പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 18 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 8ാമത്തെ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തിയിട്ട് സ്തോത്രം പറ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതി നമ്മളെ കർത്താവ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം പറയാം. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം പിതാവേ. സ്തോത്രം 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 പിതാവേ. സ്തോത്രം 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 പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. എല്ലാവരും കർത്താവിനെ അല്പസമയം സ്തുതിച്ചാട്ടെ. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത്, കർത്താവ് പരിപാലിച്ച വിധങ്ങളെയൊക്കെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനം 84 1 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അതിന് 2 ഭാഗം പറയുന്നു: എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. 4 ഭാഗം പറയുന്നു: അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങയെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. 7 ഭാഗത്ത് പറയുന്നു: അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നു. അതെ, കർത്താവിനെ ആരാധിക്കുന്നവർ ദിനം പ്രതി ആമേൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും, ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അവർ കൂടുതൽ ശക്തി പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ മുന്നേറുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് കർത്താവിനെ കൂടുതൽ ആരാധിക്കുവാൻ ശ്രമിക്കുക, കർത്താവിനെ കൂടുതൽ സ്തുതിക്കുവാൻ ശ്രമിക്കുക, കർത്താവിന് കൂടുതൽ മഹത്വം കൊടുക്കുവാൻ അനുദിന ജീവിതത്തിൽ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ദിവസങ്ങളാണല്ലോ. കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറാകുക കേട്ടോ. ആമേൻ. പ്രാർത്ഥിക്കണം, കൂടുതൽ സമയം പ്രാർത്ഥിക്കണം, കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുപരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി തന്ന ഉറക്കത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ ഞങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ കൺമണി പോലെ കാത്തുപരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. അങ്ങയുടെ നന്മകളും അങ്ങയുടെ കൃപയും അങ്ങയുടെ സമാധാനവും സ്വസ്ഥതയും ഇവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുവാൻ പിതാവെ അങ്ങയുടെ വരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതി കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ തൊണ്ടയ്ക്ക് വേദനയാൽ, ആമേൻ വായിക്കകത്തു വേദനയാൽ, അവൻ തുപ്പല് പോലും ഇറക്കാൻ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ പ്രഭാതത്തിൽ തന്നെ അത്ഭുതമായ യേശുവിൻ്റെ കരം അവരുടെ ആ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ വെച്ച് അവരെ സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നട്ടെല്ലിൻ്റെ വേദനകൾ മാറട്ടെ, പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. കാൽമുട്ടുകളുടെ വേദന മാറട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിനുകൾ മാറട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ, ജോലി പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്ക് ദൈവം അത്ഭുതകരമായ വിടുതലയക്കണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്നവരെ അതിനകത്തൊന്ന് വിടുവിക്കണം. കുഞ്ഞുങ്ങൾക്ക് തക്കതായ ആമേൻ ശോഭനമായ ഭാവി ഒരുക്കി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽക്കാലം ആമേൻ, ഇന്ന് വെള്ളിയാഴ്ച കർത്താവെ, മിഡിൽ ഈസ്റ്റ് മുഴുവൻ കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ്. എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ, ദൈവ സാന്നിധ്യം വ്യാപരിക്കണമേ. കർത്താവെ, എല്ലാ ഓൺലൈൻ മീറ്റിങ്ങുകളിലും അല്ലാതെ നേരിട്ടുള്ള മീറ്റിങ്ങുകളിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പിതാവിനോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിനെ അയക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കുന്നതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെയും ആമേൻ ഉപവാസത്തിൻ്റെയും 8ാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ആമേൻ. ബൈബിൾ നമ്മൾ ഓരോ ദിവസവും വായിക്കുന്ന പോർഷൻസ് ഉണ്ട്. ഇന്നത്തെ ദിവസം വായിക്കേണ്ട പോർഷൻ മർക്കോസിന് സുവിശേഷം 5 മുതൽ 9 വരെയും, അപ്പോസ്തലരുടെ പ്രവൃത്തി 10-ാം അധ്യായവും, 2 കൊരിന്ത്യൻസ് 8 മുതൽ 13 വരെയും, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായവുമാണ്. ഇന്നലെ വായിച്ച് തീരാത്തവർ ഇന്ന് അന്നലത്തെ ബാക്കി ഭാഗം കൂടെ വായിച്ചിട്ട് വേണം ഇന്നത്തെ പുതിയ ഭാഗം വായിക്കാൻ. മറക്കരുത്, ഒരു കാരണവശാലും മുടക്കരുത്, നിശ്ചയമായിട്ടും വായിക്കണം. അതുപോലെ ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ളവർ ആരാധനയിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. സ്തോത്രം. എല്ലാവരും ഇന്ന് പ്രത്യേകിച്ച് നടക്കുന്ന ആരാധനകൾക്ക് വേണ്ടി നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ
മടക്കുകയും ചെയ്യരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 1 Corinthians chapter number 2 verse 16. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ എന്ന് ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം പറയുക, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഈ 2-ാമത്തെ അധ്യായത്തിലാണ് ഈ കർത്താവ് തിരുവചനത്തിൽ പറയുന്നത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ തോന്നാത്തതുമായ നന്മകൾ അവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരുമെന്നൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പറഞ്ഞാണ് താഴോട്ട് വന്നിട്ട് പറയുക, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നു. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവവചനത്താൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചതോടുകൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുക, നമുക്ക് ആരുടെ മനസ്സാണ് ഉണ്ടായത്? ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്കുണ്ടായത്. ഹല്ലേലൂയ. എല്ലാവരും പറ, എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാവുള്ളൂ. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാവുള്ളൂ. ആരും മിണ്ടാതിരിക്കുന്നല്ലോ, മിണ്ടാതിരിക്കാതെ ഒന്നുകൂടെ കൈ ഉയർത്തിയിട്ട് പറ, എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാവുള്ളൂ. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണോ? നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണോ? നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം വീണ്ടും ജനനത്തിലൂടെ തന്നത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നത്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മളെല്ലാം ചിന്തിക്കും. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് തന്നെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ചിന്തയിലുള്ളത് തന്നെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പറയുന്ന പദം എന്നാണെന്നറിയാമോ? യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന താഴ്മയെക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന താഴ്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതായത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കണം എന്നുള്ള മഹത്വം മുറുകെ പിടിക്കാതെ താൻ ദൈവമായിരുന്നവൻ, അല്ലെങ്കിൽ ദൈവമായിരിക്കുന്നവൻ താൻ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി ഈ ഭൂമിയിലേക്ക് വന്നു. അതായത് സൃഷ്ടിയായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ സൃഷ്ടികർത്താവായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് ഏറ്റവും വലിയ താഴ്മയെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവനെ സകല നാമത്തിലും മേലായ നാമം കൊടുത്ത് അവനെ ഉയർത്തി. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും താഴ്മയുള്ള ഹൃദയം വേണം. താഴ്മ ഉയർച്ചയുടെ മുന്നോടിയാണ്. അവൻ കർത്താവ് അഹങ്കാരികളോട് എതിർത്തു നിൽക്കും, എന്നാൽ താഴ്മയുള്ളവരെയോ അവൻ കടാക്ഷിക്കും. അവൻ കൃപ കൊണ്ടും ദയ കൊണ്ടും അവരെ അലങ്കരിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും എന്തുള്ളവരായിരിക്കണം? താഴ്മയുള്ളവരായിരിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് എന്തു വേണം? താഴ്മയുണ്ടാകണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് താഴ്മയാണ്. ആമേൻ. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ കൈക്കീഴിൽ താന്നിരിപ്പി. അല്ലെങ്കിൽ ആ കൈക്കീഴിൽ താന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. അതുകൊണ്ട് യേശുക്രിസ്തുവിലുണ്ടായിരുന്ന താഴ്മ, അവൻ യേശുക്രിസ്തു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ അധികാരങ്ങൾക്ക്, ആമേൻ, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടാൻ പഠിച്ചിരിക്കണം. അത് താഴ്മയുള്ളവർക്ക് മാത്രമേ കീഴ്പ്പെട്ടിരിക്കാൻ പറ്റുള്ളൂ. ഒരു ദൈവസഭയിൽ പോലും അംഗമാകാതെ നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്ക് കീഴ്പ്പെടുവാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഫീലിങ്സ് ആയി ഉടനെ അവർ സഭ വിട്ട് പുറത്തു പോകുന്നു. കാരണം എന്നാണെന്നറിയുക? താന്നിരിക്കുവാൻ മനസ്സില്ല. എന്നാൽ താഴ്മയുള്ളവരോ അവർ ടീച്ചർമാർക്ക് താന്നിരിക്കും, ദൈവദാസന്മാർക്ക് കൈക്കീഴിലിരിക്കും, മാതാപിതാക്കളുടെ കൈക്കീഴിലിരിക്കും, എൽഡേഴ്സിൻ്റെ കൈക്കീഴിലിരിക്കും. അതാണല്ലോ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ താന്നിരുന്നെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളെ തക്ക സമയത്ത് ഉയർത്തി വിടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ള ആ താഴ്മയുടെ മനോഭാവം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കൊണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. കാരണം താഴ്മയുള്ളവരെ കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? താഴ്മയുള്ളവരെ കർത്താവ് ഉയർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസത്തിൻ്റെ 8-ാമത്തെ ദിവസം കർത്താവ് നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. ആ പുതിയ തുടക്കങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്തുള്ളവരായിരിക്കണം? നമ്മൾ താഴ്മയും വിനയ മനോഭാവവും ഉള്ളവരായിരിക്കണം.
യേശുക്രിസ്തുവിലുള്ള അതേ താഴ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ആ ദൈവമായവൻ, സ്വർഗത്തിൽ വസിക്കുന്നവൻ, അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ളവൻ, ആരിലും ഉന്നതനായവൻ, അവൻ എന്നെ രക്ഷിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ അവൻ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിന്ദിതനായി, പരിഹാസിതനായി, ആമേൻ, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചു. ആമേൻ. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ആമേൻ. നമ്മളെ രക്ഷിപ്പാൻ. അതാണ് താഴ്മയെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലും ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അഹങ്കാര മനോഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഹങ്കാര ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പണത്തിൽ ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിലോ എനിക്ക് ലഭിച്ച മക്കളിലോ അല്ല, കർത്താവ് എനിക്ക് തന്ന എന്തെങ്കിലും കണ്ട് എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അവൻ എനിക്കുണ്ടല്ലോ, ഞാൻ ആരോ ആണ് എന്നുള്ള ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാണ്? പ്രിയപ്പെട്ടവരെ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു ക്വാളിറ്റി ആയിരുന്നു താഴ്മ. അവൻ താഴ്മ, എല്ലാവരും പറഞ്ഞാണ് താഴ്മ. അവൻ ആ താഴ്മ നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ, അവൻ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ DNA നമ്മളിൽ വന്നു. ആ താഴ്മയുടെ മനോഭാവം നമ്മളിൽ വന്നു. അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. നമുക്ക് എപ്പോഴും ഒരു ബോധ്യം വേണം, ഞാൻ താഴ്മ ധരിച്ച് നടക്കേണ്ടവനാണ്, ഞാൻ താഴ്മയുള്ളവനാണ്, എനിക്ക് താഴ്മയാണ് എൻ്റെ മുഖമുദ്ര എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ താഴ്മയുള്ളവരായി ജീവിപ്പാൻ ഈ 8ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. താഴ്മയുള്ളവരെ നിശ്ചയമായി കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ താഴ്വാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.